ഇതാണ് ചീരച്ചേമ്പ്. ഇപ്പൊ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഴങ്ങ് ഉണ്ടാകൂല. നമുക്ക് ഇതിന്റെ ഇലയും തണ്ടൊക്കെ തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ്. ഭയങ്കര ടേസ്റ്റിയാണ് ചീരച്ചേമ്പ്. നമ്മുടെ നാട്ടിലല്ല കേട്ടോ, വിദേശിയാണ് ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും വ്യാപകമായിട്ട് വളർത്തുന്നതാണ് ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇലക്കറിയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്കറി ഉപയോഗിക്കണമല്ലോ. അപ്പം നമുക്കിതിൻ്റെ എളുപ്പം ഇല നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടായി, ഇതൊക്കെ എളുപ്പം ഇലകളാണ്. എളുപ്പം ഇലകൾക്കാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ വന്ന ഇലകളൊക്കെ ഈ ഇലയും തണ്ടും ഉൾപ്പെടെയാണ് നമ്മൾ കറി വെക്കണത്. പിന്നെ ഇതിന് വിത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, വിത്ത് ഉണ്ടാവില്ലെങ്കിലും ഇതിൻ്റെ വേരിൽ നിന്ന് കണ്ട ഇതേപോലെ തൈകൾ പൊട്ടി മുളക്കും. അപ്പം നമുക്ക് ആ തൈ മാറ്റി നട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കണത് അങ്ങനെയാണ്. ഇഷ്ടം പോലെ പച്ച ചീരച്ചേമ്പുണ്ട്, വയലറ്റ് ചീരച്ചേമ്പുണ്ട്. ഈ വയലറ്റ് ചീരച്ചേമ്പിന് ഒരു നേരിയ ചെറിയ കിഴങ്ങൊക്കെ ഉണ്ടാകും. നമുക്ക് പച്ചനെയും കഴിക്കാം, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല, പച്ചക്കും കഴിക്കാം. ഈ പച്ച ചീരച്ചേമ്പിന് കിഴങ്ങ് ഒട്ടും തന്നെ ഉണ്ടാകൂല. അപ്പോൾ നമുക്കിത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്താൻ യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ഒരു ചേമ്പിൻ്റെ ഇനമാണ് ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേർക്കാണ് ഞാൻ ഇതിൻ്റെ തൈകൾ അയച്ചു കൊടുക്കുന്നതും. ഒരുപാട് പേരാണ് ചീരച്ചേമ്പിൻ്റെ തൈകൾ ആവശ്യപ്പെടുന്നതും. അപ്പോൾ നമ്മളിത് ഈ ചീരച്ചേമ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചൊറിയണ ചേമ്പിൻ്റെ അരികിലൊന്നും കൊണ്ടുപോയി ചീരച്ചേമ്പ് നടരുത്. പരാഗണമൊക്കെ നടന്നിട്ട് ചീരച്ചേമ്പിൻ്റെ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ മാറ്റി നട്ടാൽ മതി. നമുക്ക് ഇതേപോലെ താഴെ കൃഷി ചെയ്യണ്ട സ്ഥലമുള്ളവർക്കൊക്കെ താഴെ കൃഷി ചെയ്യുക. പിന്നെ വലിയ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാനിത് സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്താണ് നട്ടേക്കുന്നത്. പിന്നെ ഞാൻ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ചീരച്ചേമ്പിൻ്റെ തൈയൊക്കെ മേടിച്ച് നടണം. നമുക്ക് മറ്റുള്ള ചീരകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചുവന്ന ചീര, പച്ചച്ചീര എന്നൊക്കെ പറഞ്ഞാൽ സീസണിലൊക്കെ ഉണ്ടാകുള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം മുഴുവനും നമുക്ക് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു നേരിയ മധുരമൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് ഇതിൻ്റെ ഇലയും തണ്ടിനൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം എല്ലാവരും ഒരു തൈ മേടിച്ചൊക്കെ നടണം. നമുക്ക് എന്തെങ്കിലും ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വലിയ യാതൊരു പരിചരണവും വേണ്ട കേട്ടാ. ഏത് ജൈവവളം നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചീരച്ചേമ്പ് കൃഷി ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.